വയനാട് മാനന്തവാടിയിൽ പ്രവീണയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി ദിലീഷിനെയും പ്രവീണയുടെ കാണാതായ 9 വയസ്സുകാരിയെയും കണ്ടെത്തിയിരിക്കുന്നു. സമീപത്തെ തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇരുവരും. ആഷിഖ് റഹ്മാനുണ്ട് വിവരങ്ങളുമായി. ആഷിഖ്, ഒരു വാക്ക് തർക്കത്തെ തുടർന്നുണ്ടായ കൊലപാതകം എന്ന നിലയിൽ തന്നെയാണോ ഇപ്പോഴും പോലീസ് പറയുന്നത്? ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചോ? പെൺകുട്ടി ഇപ്പോൾ എവിടെയാണ്? ബിനിലെ ചോദ്യം വ്യക്തമായിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലാണ്. അവിടെയാണ് ഇപ്പോൾ പ്രതിയെയും ഈ കാണാതായ മകളെയും എത്തിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഈ രണ്ടുപേരെയും പോലീസ് കണ്ടെത്തിയത്. വീടിനോട് ചേർന്നുള്ള ഒരു കുട്ടിക്കാട്ടിൽ വെച്ചാണ് ഇവർ കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പായി ഈ പ്രതിയെ പോലീസ് കാണിക്കും. എന്തായാലും വലിയ ക്രൂരമായ കൊലപാതകമായിരുന്നു ഇന്നലെ രാത്രി നടന്നത്. ആ ഒരു പ്രതിയെ ഇന്ന് രാവിലെയോട് കൂടെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. രാത്രിയടക്കം പോലീസ് വലിയ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. സമീപത്തെ വനപ്രദേശമായതിനാൽ തന്നെ എന്തെങ്കിലും ഇത്തരത്തിൽ അപകടമുണ്ടായെന്ന കാര്യമടക്കം വലിയ ആശങ്ക ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ നടത്തിയ പരിശോധനയിൽ വീടിന്റെ സമീപത്ത് നിന്ന് കുട്ടിയെയും ഈ പ്രതിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ സ്റ്റേഷനിലാണ് ഈ രണ്ടുപേരെയും കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്നുള്ള കാര്യം നിലവിൽ പോലീസ് പരിശോധിക്കുകയാണ്. ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം ഈ പ്രതി നിലയിൽ പറയുന്നുണ്ട്. അത് ഇവർ തമ്മിൽ ചില കാര്യങ്ങളിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഈ കൊലപാതകത്തിൽ ഈ പ്രവീണ കൊല്ലപ്പെടുന്ന സമയത്ത് മറ്റൊരു മകൾ അനർഘക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർ ഇപ്പോൾ നിലയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അവർക്ക് ചെവിക്കും ഇത്തരത്തിൽ കഴുത്തിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. അതേസമയമായിരുന്നു ഈ ഒരു ആക്രമണത്തിൽ മറ്റൊരു മകളെ കാണാതായിട്ടുള്ളത്. അവരെ കാണാതായതിന് വലിയ ആശങ്കയുണ്ടായിരുന്നു. അവരെ ഇന്ന് രാവിലെയോടുകൂടി കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. രണ്ടുപേരെയും പ്രതിയെ നിലവിൽ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. SP അടക്കം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തി കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുകയും എന്താണ് നടന്നതെന്ന കാര്യം പോലീസ് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി ഇവരെ കാണാതെ തന്നെ എവിടേക്കാണ് പോയതെന്ന ഒരു കാര്യം വലിയ അവ്യക്തത ഉണ്ടായിരുന്നു. തുടർന്ന് വീടിനടുത്ത് നിന്ന് ലഭിച്ച ഒരു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിക്കും. പ്രതി ഇവിടെ തന്നെയുണ്ട്, ഇതിന് സമീപത്ത് തന്നെയുണ്ട് എന്നൊരു മനസ്സിലാക്കി ഡോഗ് സ്ക്വാഡ് അടക്കം നടത്തിയ പരിശോധനയിലാണ് ഇന്ന് രാവിലെയോടുകൂടി ഇവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഇന്നലെ രാത്രി പരിശോധന നടത്തിയെങ്കിൽ പോലും ശക്തമായ മഴ ഈ ഒരു പരിശോധനയ്ക്ക് വില്ലനായിരുന്നു. ഇവരെ രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി പരിസര പ്രദേശങ്ങളിലേക്കെല്ലാം ഈ തരത്തിൽ വ്യാപിക്കുകയും ഈ കുറ്റിക്കാട്ടിൽ നിന്നിരുന്ന ഈ പ്രതിയെയും ഈ കുട്ടിയെയും കണ്ടെത്തിയിട്ടുള്ളത്. കുട്ടിക്ക് കാര്യമായ പരിക്കുകളില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. കുട്ടിക്ക് കാര്യമായ പരിക്കുകളില്ല. പ്രതിയും അതേസമയം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലുണ്ട് രണ്ടുപേരും. പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവി തന്നെ എന്താണ് ഈ കാര്യം സംഭവിച്ചതെന്നൊരു കാര്യം വിശദീകരിക്കും. ബിനിൽ. ഓക്കെ, ശരി. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനോടകം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വിശദീകരിക്കുമെന്ന് ആഷിഖ് റിപ്പോർട്ട് ചെയ്യുകയാണ്. സമീപത്തെ പറമ്പിൽ ഒളിച്ചിരിക്കുന്ന നിലയിലാണ് ഈ പ്രതിയെയും പ്രതിക്കൊപ്പം കുട്ടിയെയും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയെ, കൊല്ലപ്പെട്ടിട്ടുള്ള യുവതിയുടെ കുട്ടിയെ കണ്ടെത്താനായി എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. ആഷിഖ് റഹ്മാനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.